ഒരു കാര്യം സാധിക്കുന്നില്ല, ആ ഹറാം ഒഴിവാക്കാൻ പറ്റുന്നില്ല, നമുക്കല്ലേ പറ്റാത്തത്. റബ്ബിനോട് ചോദിക്കുക, റബ്ബേ ആ കാര്യം എന്റെ ജീവിതത്തിന് ഒഴിവാക്കാൻ നീ എന്നെ സഹായിക്കണമേ. ആത്മാർത്ഥമായി കരഞ്ഞ് ചോദിക്കുക. മാറ്റം കാണും, മാറ്റം വരും, ഉറപ്പാണ്. നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിനേക്കാൾ നമ്മൾ സ്വർഗത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവൻ നമ്മുടെ റഹ്മത്തുള്ള നമ്മുടെ റബ്ബ്. ആ റബ്ബ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റാത്ത രൂപത്തിൽ നമ്മളെ വിട്ടേച്ച് കളയുകയില്ല. മാറ്റം വരും. സത്യസന്ധമായി നീയത്തുള്ള ആളുകളാണെങ്കിൽ, ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ, റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ മാറ്റം വരുത്താൻ കഴിയും. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള തിന്മകൾ അത് വരാത്തൊരു പുതിയ ജീവിതം എനിക്ക് തുടങ്ങാൻ കഴിയണം എന്ന നീയത്ത് വെക്കുകയും അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ശ്രദ്ധിക്കുക. തൗഹീദുള്ള ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധത, നമ്മൾ അള്ളാഹുവിനെ മാത്രമേ ദുആ ചെയ്യുള്ളൂ, വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ. ശരി തന്നെയാണ്, വേറെ ആരെയും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിന് എത്രത്തോളം ദുആ ചെയ്യുന്നുണ്ട്, വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? വളരെ കുറച്ചാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. നമുക്കൊരു ഹറാം എന്ന് വിട്ടു നിൽക്കണമെങ്കിൽ റബ്ബിന്റെ സഹായം ഇല്ലാതെ കഴിയൂല. നമുക്കൊരു വാജിബ് പൂർത്തീകരിക്കണമെങ്കിൽ റബ്ബിന്റെ സഹായം ഇല്ലാതെ കഴിയൂല. നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ, തഖ്വ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഇൽമ കരസ്ഥമാക്കണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് റബ്ബിന്റെ സഹായം കൂടി എത്തിയിരുന്നു. സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കാറുണ്ട്. അവരുടെ ഭക്ഷണത്തിന് വേണ്ട ഉപ്പും അവരുടെ ആടിന് വേണ്ട തീറ്റ പോലും റബ്ബിനോട് ചോദിക്കാറുണ്ട്. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും റബ്ബിലേക്ക് കൈകൾ ഉയർത്താറുണ്ട്. എല്ലാം റബ്ബിനോട് ചോദിക്കുന്നൊരു, പ്രത്യേകിച്ച് നോമ്പുകാരന്റെ പ്രാർത്ഥന.